ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുവാണ് കേട്ടോ ഈ ക്യാബേജ്. അപ്പോൾ അത് വെച്ചൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ വരുമല്ലേ, ക്യാബേജ് തോരൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാബേജ് തോരൻ. പണ്ട് സ്കൂളിൽ പോയിരുന്ന കാലത്ത് എന്നും എനിക്ക് ക്യാബേജ് തോരനായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും മടുപ്പ് തോന്നിയിരുന്നു കേട്ടോ എന്നും ക്യാബേജ് തോരൻ. എല്ലാവരുടെയും പാത്രത്തിൽ വേറെ വേറെ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ശരിക്കും കൊതിയാവുമായിരുന്നു. ഇപ്പം ആലോചിക്കുക, ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ ഒരു കുറ്റവും പറയേണ്ട അങ്ങ് കഴിക്കായിരുന്നു എന്ന്. അപ്പം ഞാൻ ക്യാബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി അതിനകത്തേക്ക് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും 2-3 പച്ചമുളക് കൊടുക്കുവാണേ. അതൊന്ന് ഇതുപോലെ തൊലി വിളിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ ക്യാബേജിലിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ തിരുമ്മി ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കും കേട്ടോ. ക്യാബേജിലുള്ള ആ മണമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. മാത്രമല്ല ഒത്തിരി വിഷം അടിച്ചായിരിക്കും ഈ ക്യാബേജൊക്കെ വരുന്നത്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടത്. അതുകൊണ്ട് എപ്പോഴും ക്യാബേജ് മേടിച്ച് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ട് കഴുകി വയ്ക്കും കേട്ടോ. നിങ്ങളും ഇതുപോലെ കഴുകി ഉപയോഗിക്കണേ. അതിനുശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ലെന്നേ. ഹെൽത്തി ആയിട്ടിരിക്കുകയല്ലേ വേണ്ടത്. അപ്പം ഞാനൊരു 5-6 പ്രാവശ്യം അതൊന്ന് കഴുകിയെടുത്തിട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി എടുത്തു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടപാത്രത്തിലെടുത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളം കൂടി അടിയിലോട്ട് വാർന്ന് എനിക്ക് കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ആ നന്നാക്കി വെച്ചിരുന്ന പച്ചമുളക് ഒന്ന് അരിഞ്ഞു ഇട്ടു. വേറെ മുളക് പൊടി ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. കളർ വ്യത്യാസം വരുന്നേ. അങ്ങനെയാണെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടോ. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് 2 അല്ലി കൊച്ചുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് കുറച്ച് നല്ല ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അരഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മിക്സിയിലൊക്കെ എത്ര നമ്മൾ ഒതുക്കാൻ നോക്കിയാലും ഒതുങ്ങി കിട്ടത്തില്ലെന്നേ. നിറച്ചങ്ങ് അരഞ്ഞു പോവും. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിതുപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നതാണ് ഇഷ്ടം. ഞാൻ പിന്നെ എൻ്റെ സ്ഥിരം അലൂമിനിയം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ടിട്ട് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചാണ് ചേർത്ത് കൊടുത്തത്. 2 വറ്റൽമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. കളറിന് വേണ്ടി കേട്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തത്, എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല. 2 തണ്ട് വേപ്പിലയും കൊണ്ട് ഇട്ടിട്ട് നമ്മൾ ആ നേരത്തെ പുരട്ടി വെച്ചില്ലേ ക്യാബേജ്, അതും കൂടി അങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് കൊടുക്കണം. മൂട്ടി വെക്കുന്നില്ല കേട്ടോ. മൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാവുന്നേ. അപ്പോൾ ഒരു വെള്ളമയമാണ് മൊത്തത്തിൽ. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ എന്നെ ചിക്കി ഞാൻ എടുക്കുക ചെയ്യാറ്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുക? എന്നോടൊന്ന് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡുകളുടെ റെസിപ്പികളാണ് കേട്ടോ ഞാൻ ഇതുവഴി ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങളോട് എന്നോടൊന്ന് പറയണേ കമൻറ്റ് വഴി. അപ്പം ഞാൻ ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിനകത്തിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കേട്ടോ. അപ്പോഴും ഞാൻ മൂടി വെച്ചില്ല, നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് മൂടി വെച്ച ഒട്ടും ഒരു രുചി ഉണ്ടാകത്തില്ല, നിറച്ച് വെള്ളമയം വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മൂടി വയ്ക്കാണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. വേവിനൊന്നും കുറവ് വരത്തില്ല, തട്ടിപ്പൊത്തി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ആ മുകളിലേക്ക് കുമിഞ്ഞു കൂടി വെക്കുന്നതൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഈ അലൂമിനിയം ചീഞ്ചട്ടിക്ക് ഒരു പ്രശ്നം കൊണ്ടുണ്ട് കേട്ടോ, എപ്പോഴും അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാണ്ട് എപ്പോഴും ഇളക്കി കൊടുക്കണേ. ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോകരുത്. കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡിയാവും. ഒരു നല്ല സ്മെല്ല് വരും ഇത് വെന്ത് കഴിഞ്ഞാൽ. നല്ലൊരു സ്മെല്ലാണ്. ജീരകത്തിൻ്റെയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയും തേങ്ങ ഒതുങ്ങിയതിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലാന്നേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയെന്ന് തന്നെ പറയാം. ഇങ്ങനെ തന്നെയാണുള്ളത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് ആക്കാറ്. നിങ്ങളിങ്ങനെയാണ് ആക്കാറെന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ചീഞ്ചട്ടിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൂട്ടിയതാണ്. ഇപ്പോൾ ഏകദേശം 5-6 വർഷമായിട്ടുണ്ടാവും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എടുത്തുനിന്നിട്ടുള്ളതാണ്. ഇതെനിക്ക് എന്താ പറയുക, നൊസ്റ്റാൾജിക്ക് ഓർമ്മയാണ്. എത്ര ഇതായാലും ഞാനിത് കേടാതെ സൂക്ഷിക്കുവാണേ. ഒരുപാടൊന്നും ഞാനിത് ഉപയോഗിക്കാറ് പോലുമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്തുവാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബായ്.